ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ്ഗ് തവ ഫ്രൈ ആണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുണ്ടാക്കുന്നതാണ്. അപ്പോൾ റെസിപ്പി പറയുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. അപ്പോൾ ഞാനിവിടെ ഒരു 6 എഗ്സ് എടുത്തിട്ടുണ്ട്. നല്ല ചൂട് വെള്ളത്തിലാണ് ഞാനിത് ഇറക്കി വെക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊരു 8 മിനിറ്റാണ് ഞാനിത് ബോയിൽ ചെയ്തത്. ബോയിൽ ചെയ്ത ശേഷം ഞാൻ നേരെ തണുത്ത വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചു. എന്നിട്ടാണ് ഞാനതിൻ്റെ തോടെടുത്തത്. അത് അങ്ങനെ എടുത്താൽ എപ്പോഴും മുട്ട പൊട്ടിപ്പോവാതെ കിട്ടും. അല്ലെങ്കിൽ ചില സമയത്ത് മുട്ട പൊട്ടിപ്പോവാറുണ്ട്. അപ്പോൾ ഈ മെത്തേഡ് ഫോളോ ചെയ്താൽ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ നല്ല രീതിയിൽ മുറിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാനൊരു തവ എടുത്തിട്ടുണ്ട്. തവയിൽ ഒരു കടുക് പൊട്ടിച്ച് അതിലേക്ക് ചെറുതായി മുറിച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില ഒക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അധികം ആവണ്ട, ഒരു ചെറിയ തീയിൽ വേണം, ചെറിയ ഫ്ലെയിമിൽ വേണം വെക്കാൻ. എന്നിട്ട് അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, ടീസ്പൂണാണ് കേട്ടോ, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, ഇതൊക്കെ ഒന്ന് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ചെറുതായിരിക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. പിന്നെ ഈ എഗ്സ് ഓരോന്നായിട്ട് തിരിച്ച് വെക്കണം കേട്ടോ. ഈ യെല്ലോ ഉള്ള ഭാഗം നമ്മൾ ഇതിലേക്ക് പാനിലേക്കായിട്ട് വെക്കണം. അപ്പോൾ ഇത് ഫ്ലെയിം എപ്പോഴും ചെറുതായിരിക്കണം. പിന്നെ അതൊന്ന് കുക്കായി വരുമ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് ഞാനത് തിരിച്ച് വെക്കുന്നത്. ആക്ച്വലി ഈ റെസിപ്പി ഞാൻ കുറേ കൊല്ലം മുമ്പ് ഫേസ്ബുക്കിലൊരു ഗ്രൂപ്പിൽ ഒരു ചേച്ചി ഉണ്ടാക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ബ്ലെസ്സിന്നായിരുന്നു ആ ചേച്ചീൻ്റെ പേര് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ തോന്നുമ്പോൾ ഉണ്ടാക്കും. അപ്പോൾ ഇതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാലയും കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുത്തു. ആക്ച്വലി ചോറിൻ്റെ കൂടെയൊക്കെ ടിഫിൻ ബോക്സിലും പിന്നെ ചോറിൻ്റെ കൂടെയൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി ഇത് തിരിച്ച് വെക്കാം. അപ്പോൾ നമ്മൾ ഈ ഭാഗം വെക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. മീൻസ് ഇങ്ങനെ പൊട്ടാൻ സാധ്യതയുണ്ട്. പൊട്ടാൻ മീൻസ് നമ്മൾ ഈ ചെമ്മീനൊക്കെ പൊരിക്കുമ്പോൾ ഒക്കെ പൊട്ടാറില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ എഗ്സ് എപ്പോഴും നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ചെറിയ തീയിൽ വേണം വെക്കാൻ. അപ്പോൾ ഇങ്ങനെ തിരിച്ചു വെച്ചിട്ടും ഞാനൊരു 2 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇടയ്ക്ക് ഇങ്ങനെ അതിലേക്ക് ഇളക്കിയിട്ടൊക്കെ നോക്കും. പിന്നെ അത്യാവശ്യം ഓയിലും അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് ഇത് ഒന്നും കരിഞ്ഞു പോവാതെ നിൽക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് പലതവണ ഞാൻ തിരിച്ചും മറിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് കുക്കാകാൻ വേണ്ടിയിട്ടാണ്, വേറൊന്നുമല്ല. മസാല കയ്യിലൊന്ന് പറ്റിപ്പിടിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പുറത്ത് മസാല ഉള്ളത് പോലെയാവും. അതായത് ചില സ്ഥലത്ത് നമ്മൾ മുട്ട റോസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ ഈ മുട്ട അവസാനം അതിലേക്ക് വെക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് സെർവ് ചെയ്യുമ്പോൾ ആ മുട്ട മസാലയിലേക്ക് വെക്കുന്നതായിരിക്കും. അപ്പോൾ ഈ റെസിപ്പി വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഇനി അടുത്തതായിട്ട് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാൻ പോവാണ്. ഈ ഓയിൽ നമുക്ക് ഇത്ര അധികം വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഞാൻ ലാസ്റ്റ് സെർവ് ചെയ്യുമ്പോൾ ഓയിലൊക്കെ കളഞ്ഞിട്ടാണ് സെർവ് ചെയ്തത്. മീൻസ് അത്യാവശ്യം ഓയിൽ കളഞ്ഞിട്ട്. ഈ റെസിപ്പി വളരെ ഈസിയാണ്. ഇപ്പോൾ കുക്കിംഗ് പഠിച്ച് വരുന്നവർക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. ഈ റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തും കൊടുക്കുക. താങ്ക് യു സോ മച്ച്.